Welcome to Amrithweni Life with Superstar Senior, powered by Malabar Gold and Diamonds, UGS Gold Loan and Eastern. Boys, ready? 1, 2, 3, 4. Shanika! Shanika! Shanika, നമ്മൾ അങ്ങനെയാ തുടങ്ങിയ വൃത്തിക്ക് നിർത്തുള്ളൂ. ഞാൻ ഇതൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ഓക്കെ, പറഞ്ഞു തീർക്ക്. Welcome to Amrithweni Life with Superstar Senior, powered by Malabar Gold and Diamonds and UGS Gold Loan and Eastern. ചേച്ചി ചേച്ചി തുടങ്ങി ഒന്ന് നിർത്തി വന്നപ്പോ നിങ്ങൾ അലമ്പ് തുടങ്ങിയാ. ഞങ്ങള് സൂപ്പർ ഗേൾസിന്റെ വിജയം ആഘോഷിക്കുകയാണ്. പറ നിങ്ങൾ എങ്ങനെ ചിരിക്കണേ? ഞങ്ങള് അത് കേട്ട പിന്നെ ചിരിക്കാതെ പിന്നെ എന്ത് ചെയ്യും? ഇത് ഭയങ്കര അലമ്പാട്ടോ. അല്ല, ഞങ്ങൾക്ക് അത് കേട്ടിട്ട് ചിരിയാവും. അതെ, ഒരു ഹാപ്പിനെസ് ഉള്ള ഒരു കാര്യമുണ്ട് നമുക്ക്. ഞാൻ അതൊന്ന് പറഞ്ഞോട്ടെ. പറയൂ. ഇന്ന് മേഡം 1 ഏപ്രിൽ 14. ഇതുപോലെ ഒരു ഏപ്രിൽ 14 നമ്മുടെ അമൃത TV നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത്. അപ്പൊ അത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ഫസ്റ്റ് റിയാലിറ്റി ഷോ കൊണ്ടുവന്നത് പോലും നമ്മുടെ അമൃത TV ആയിരുന്നു. അതിനുശേഷം ഒരുപാട് റിയാലിറ്റി ഷോസ് നിങ്ങളെല്ലാവരും എന്റർടൈൻ ചെയ്യാനും ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഒക്കെ നമ്മുടെ അമൃത TVക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ ആ ഒരു 21 ഇയേഴ്സ്, ഇപ്പൊ എനിക്ക് 21 വർഷമായി നമ്മൾ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു 21 വർഷം നമ്മൾ സൂപ്പർ സ്റ്റാറിൽ ഇതാ ആഘോഷിക്കാൻ പോവാണ്. എനിക്ക് ആങ്കർ ചെയ്യണ തൊണ്ട പൊട്ടുന്നു. ആഘോഷിക്കണ്ടേ? ആഘോഷം ഒരു മയൊക്കെ ഇല്ല. ഇതെന്താ ഒരു സെലിബ്രേഷൻ ആയിട്ട് എനിക്ക് തോന്നിയില്ല. എല്ലാരും ഒന്നിച്ചാണ് സെലിബ്രേറ്റ് ചെയ്യണത്. നിങ്ങൾ ഇപ്പോഴും ഭയങ്കര കോമ്പറ്റീഷൻ മൈൻഡിലാണ് നിൽക്കുന്നത്. എനിക്ക് ഇത് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഇവിടുത്തെ കാർന്നോമാരെ വിളിച്ചു വരുത്താൻ പോവാ. Oh no. Oh no. Those two people. Oh no. MD sir, ശരത് sir. ദീപ്തമീ പ്രകാശഗോപുരം ഉദിക്കുന്നു വാണി. അല്ല, ഇതെന്താ ഇത്? സാർ ഞാൻ പറയട്ടെ, ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. അല്ല, അത് മനസ്സിലായി. ഭയങ്കര അലമ്പ് സാർ. സാർ എന്നെ ഇൻട്രോ പറയാൻ സമ്മതിക്കുന്നില്ല. സാർ ഞാൻ പറയട്ടെ, ഇൻട്രോ പറയാൻ സമ്മതിക്കുന്നില്ല. ഷോ മര്യാദക്ക് തുടങ്ങാൻ സമ്മതിക്കുന്നില്ല. മൊത്തം പ്രശ്നം, ഭയങ്കര അലമ്പ്. എന്താ പ്രശ്നം? സാർ, നമ്മളിപ്പോ സൂപ്പർ സ്റ്റാർ സീനിയർ തുടങ്ങി. അപ്പൊ എന്തായാലും നമ്മള് സെമി ഫൈനലിലോട്ടൊക്കെ വരാൻ പോവാണ്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഒന്ന് ഷോയുടെ ഫോർമാറ്റ് കുറച്ചൊന്ന് മാറ്റി പിടിക്കാം, കുറച്ചും കൂടെ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് കൊണ്ടുവരാന്ന് മാത്രമേ നമ്മൾ വിചാരിച്ചുള്ളൂ. ഇവരിങ്ങനെ ഒരു ടീം ക്രിയേറ്റ് ചെയ്തു, ഇവരിങ്ങനെ സ്പ്ലിറ്റ് ആയതൊന്നും നമ്മൾ അറിഞ്ഞില്ല. അടിച്ചു പിരിഞ്ഞ ഞാൻ ഇവിടെ തിരിഞ്ഞിരിക്കുവല്ലേ. ഞാനൊരു കാര്യം പറയാം. കാര്യം ഇതൊരു സംഗീത റിയാലിറ്റി ഷോ ആണ്. അതില് ഈ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള മത്സരം, അതാണ് എനിക്ക് മനസ്സിലായത്. സംഗീതമാണ് ഇവിടെ പ്രധാനം. ഇവിടെ മറ്റേ സൂപ്പർ ബോയ്സ് സൂപ്പർ ഗേൾസ് ഒക്കെ പറഞ്ഞ ഫൈറ്റ് തുടങ്ങി. ഇവര് സ്പ്ലിറ്റ് ആയി. ഇവര് തന്നെ നിങ്ങളും കൂടെ വന്നിട്ട് തീരുമാനം എടുക്കാന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ അടുത്തൊന്നും പറഞ്ഞിട്ടേ ഇല്ല. ഇവരാരോട് ചോദിച്ചു ടീമായി. ഒരു ടീം വെക്കുന്നത് നല്ലതാണ്. ഒരു സ്പിരിറ്റ് ഉണ്ടാവും, ഒരു ടീം സ്പിരിറ്റ് ഉണ്ടാവും. പിന്നെ അവർക്കൊരു നന്നായിട്ട് പഠിപ്പിക്കാനും കൂടുതൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഒരു ഗ്രൂമർ, അതിന്റെ ഒരു സ്ഥാനം കൊടുക്കാം. പിന്നെ കുറച്ചുകൂടെ അഫെക്ഷൻ കിട്ടും. പിന്നെ കാണുന്നവർക്ക് ഒന്നുകൂടെ ഒരു ജാഗ പോകാം, അല്ലേ? ഒരു സ്പിരിറ്റ് ഉണ്ടാവും. അപ്പൊ ന്യായമായിട്ട് ചെയ്യാൻ എന്താണ് സാർ ഒരു വഴി? നമുക്ക് ലോട്ടിട്ടെടുക്കാം. അത് തന്നെയല്ലേ പറ്റുള്ളൂ. അപ്പൊ ആരും കള്ളത്തരം കാണിച്ചിട്ടില്ല, പാർഷ്യാലിറ്റി ഇല്ല, ഒന്നുമില്ല. ഓക്കെ, അപ്പൊ MG സർ, ശരത് സർ, 16 കണ്ടസ്റ്റന്റ്സിന്റെ പേര് ഈ ലോട്ടിട്ട് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളിത് സെലക്ട് ചെയ്യാൻ പോവാണ്. ഇങ്ങോട്ട്. അപ്പൊ എന്തായാലും സാർ ഈ സൈഡിലാണല്ലോ നിൽക്കുന്നത്. സാർ മഞ്ചേരി ചേച്ചിയുടെ ടീമിനെ സെലക്ട് ചെയ്യും. ഐശ്വര്യമായിട്ട് ഇതൊരു സക്സസ്ഫുൾ വെഞ്ചർ ആയിട്ട് മാറട്ടെ. അണ്ണന്റെ തൃക്കൈ കൊണ്ടെടുത്തിരിക്കും. സ്റ്റാർട്ടിംഗ് വിത്ത് A. അർച്ചന. അശ്വിൻ. അശ്വിനെ ആ ഡ്രമ്മായിട്ട് അപ്പുറത്തേക്ക് പോകും. നിന്റെ ആ സ്നേഹം കൊണ്ട് ഇങ്ങോട്ട് പോവാ. ഓക്കെ, അപ്പൊ അശ്വിൻ മഞ്ചേരി ചേച്ചിയുടെ ടീമിൽ വന്നിരിക്കുകയാണ്. സർ,
ഷാനിക്കയുടെ ടീമിലെ ആദ്യത്തെ കണ്ടസ്റ്റന്റ്. എടുക്കുവിൻ. ആ കാല് താഴെ വെച്ച്. ഇത് ഞങ്ങളുടെ ഏരിയ. അശ്വതി. അപ്പൊ അശ്വതി അച്ചു ഷാനിക്കയുടെ ടീമിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു തീരുമാനമായി. മോളെ നന്നായിട്ട് കരയണേ. കരഞ്ഞിവനെ തവിട് പൊടിയാക്കണം നീ കേട്ടാ. എന്റെ പൊന്നുമോൾ അവിടെ പോയി നിന്നേ. So, next. തൊട്ടടുത്ത് വെച്ചാ നോക്കി. വീണ്ടും എ. ഏ ഇത്രയധികം ഏയോ? എൻ. എൻ. അനഘ. യെസ്. ഷാനിക്കയുടെ ടീമിലെ രണ്ടാമത്തെ കണ്ടസ്റ്റന്റ്. നീ ഇടയ്ക്കിടയ്ക്ക് കാല് കൊണ്ട് ഇവിടെ വെക്കുക. കാലെടുത്ത് മാറ്റി. രാജാവോ? ഒരു ചവിട്ട്. ഒരു രസം. ഷാനെ. എന്തോ? യെസ്. യെസ്. ഓക്കെ. യെസ് യെസ് പറയൂ. ഓ എസ്. ബാക്കി പോട്ടെ. ശ്രേയ. ചേച്ചി തേർഡ് കണ്ടസ്റ്റന്റ്. യെസ്. ശിവാനന്ദയാണോ? യെസ്. ഇനി ഷാനിക്കയുടെ തേർഡ് കണ്ടസ്റ്റന്റ്. നിങ്ങളുടെ ടീം ലീഡർ എന്താ ഇങ്ങനെ ഭയങ്കര അലമ്പ് കേട്ടാ. നോക്കൂ, ടീം ഉണ്ടാവട്ടെ. ഷാനെ. ഓ ഇനി പെട്ടെന്ന് പറയും. ആണോ? നീ വളർത്തി വിട്ട ഒരാളാ. ഞാൻ വളർത്തി വിട്ടാണ്. ഇടയ്ക്ക് നിങ്ങൾ ഇത്തിരി വളർത്തിയാക്കും. ഓംലെറ്റ് അല്ല. ഓ അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തായാലും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടൊന്നും വരില്ല. ഫോർത്ത് ചേച്ചിയുടെ ടീമിലേക്ക് വരുന്ന ആ നാലാമത്തെ കണ്ടസ്റ്റന്റ് ആരാണത്? Start with T. നമ്മള് കോമഡി ആവരുതെന്ന് ഞാൻ പറഞ്ഞു. ബി സീരിയസ്. ഓക്കെ. Yes. അടുത്ത്. എടാ ഷാനെ, ഒരു ദാമോദർ ജിക്ക് പകരം വെക്കാൻ പറ്റിയ ഒരു അണ്ടർ വേൾഡ് ഡോൺ വൈകിൽ തുടങ്ങുന്നു. You mean straight from Mumbai? Yes. Welcome to the band. എത്തിപ്പിടി. അയ്യോ ഇത് ഭയങ്കര കോമ്പറ്റീഷൻ, ഭയങ്കര സീനാവട്ടാ. പിന്നെ ഉറപ്പായിട്ട്. ഓക്കെ എം ജി സർ വേഗം ആവട്ടെ. മഞ്ജരി യെസ് സർ. അഞ്ചാമത്തെ. പോയു. യെസ് സർ. മഞ്ജരി അമ്പലത്തിൽ പോകാറുണ്ടോ? നിരന്തരം നിരന്തരം. പൂജാരിയാ. അല്ല അവിടെ ചെല്ലുമ്പോഴേ ആരുടെങ്കിലും പേരിലൊക്കെ വഴിപാട് കൊടുക്കാറുണ്ടോ? അർച്ചന. യെസ്. Come on everybody. Okay. ഷാനിക അവിടെ ടീം ടൈറ്റ് ആയി വരുന്നു. സ്ട്രോങ് ടീമാണ്. ഇതിനൊക്കെ നിങ്ങൾ ഇവരോട് നന്ദി വേണം കേട്ടോ. ഇവര് കറക്റ്റ് സെലക്ട് ചെയ്ത് തരുന്നുണ്ട് നിങ്ങളുടെ ടീമിലേക്ക്. ഷാനെ. യെസ്. എല്ലാ കാര്യത്തിനും യെസ് പറയും. യെസ് പറയും. അവസാനം ചോദിക്കുകയും ചെയ്യും വൈ. അങ്ങനെ നോക്കണ്ട. ആരായിരിക്കും അല്ലേ? ആരായിരിക്കും? എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ. നീ പിടിച്ചേക്കുന്ന ആള് തന്നെയാണ്. നിന്റെ കണ്ണാടി എടുത്ത് മാറ്റി. സഞ്ജയ്. ഷാനിക സൂപ്പർ. എം ജി സർ കഴിഞ്ഞില്ല. തീരുന്നില്ലല്ലോ. അതാ അതൊരു വല്ലാത്ത ക്ലൂ ആയി പോയാണ്. അക്ഷയ് കൊട്ടിപ്പോടാ. ഓക്കെ അടുത്തത് ഷാനിക്കയുടെ ടീമിലേക്ക് ഏത് കണ്ടസ്റ്റന്റ് ആണ് പോകുന്നത് നമുക്കിപ്പോ അറിയാം. യെസ്. യെസ്സാ.
നമുക്കൊക്കെ മനുഷ്യരാശിക്ക് പ്രധാനമായിട്ട് വേണ്ട ഒരു സംഭവമാണ് അത്. അത് പ്രത്യേകിച്ച് ഈ ഒരു കാലത്ത് ഈ ഒരു കാലഘട്ടത്തിൽ. ഈ ഒരു കാലത്ത് നമുക്ക് എനിക്ക് തോന്നുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് സ്നേഹമാണ്. Yes. അപ്പം സ്നേഹ തൊഴുതിട്ട് പോവാ. ഞാൻ അപ്പുറത്തേക്ക് പോയിട്ട് വരാന്ന്. വെൽക്കം ടു ദ ബാൻഡ്. സർ, ഇനി വെറും 2 കണ്ടസ്റ്റന്റ്സിനെ കൂടെയാണ് നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. എന്നിട്ട് അതിൽ 4 ഉണ്ടല്ലോ. രണ്ട്. ഓ ഓക്കെ. യെസ്, മഞ്ചേരിക്ക് ജീവിതത്തില് ഏറ്റവും വലിയ ആഗ്രഹം നേടാനല്ലേ? എല്ലാം നേടണം. നേടണം. ആ, അതിലെന്താണ് ഏറ്റവും കൂടുതൽ നേടേണ്ടത്? കീർത്തി. ജനങ്ങൾ തരുന്ന ഒരു സാധനമാണ്. ഓക്കെ. ശരത് സർ, അമ്മേ ഷാനെ, ഒട്ടും ശക്തിയില്ലാത്ത ഒരു ചെക്കനെ തരാൻ. ഓ ഏ ഓ ഓ. ഒരു ട്രംപറ്റ് പോലും നേരെ പിടിക്കാൻ അറിഞ്ഞുകൂടാത്ത അവനെ ഞാൻ നിനക്ക് തരുന്നു. അജൽ. അജൽ. ഓക്കെ. ഓക്കെ. ഇനി നിർണായകമായ 2 പേര്. അതെ, ഇനിയുണ്ടോ? ആ 2 പേരൊന്ന് കൈവക്കിക്കേ. അവർ രണ്ടുപേരും ഫ്രണ്ടിലോട്ട് കേറി ഓ, നിൽക്ക്. 2 girls. ഓക്കെ, അപ്പൊ കാർത്തികേയൻ, രണ്ടുപേരും. ശിവാനി. ശിവാനി, ശിവാനി ആൻഡ് കാർത്തിക. MG സർ. മഞ്ചേരി ചേച്ചിയുടെ ടീമിലേക്ക് കാർത്തിക ആയിരിക്കുമോ ശിവാനി ആയിരിക്കുമോ? ആരായിരിക്കും? ആരാണ് സർ? സർവം ശിവമയ. ശിവാനി മയ. ശിവാനി. സർവ്വ ശിവമയ എന്ന് പറഞ്ഞാൽ അപ്പൊ പിന്നെ നമുക്ക് തുറക്കണ്ടല്ലോ. ഇത് തുറക്കണം, എനിക്ക് ജോലി കഴിഞ്ഞു. കാർത്തിക കാർത്തിക. ഷാനിക്കയുടെ ടീമിലേക്ക്. ഇങ്ങോട്ട് പോരെ IPS കാര്യം. വെൽക്കം വെൽക്കം. 8 കണ്ടസ്റ്റന്റ്സ് വെച്ച് 2 ടീമിലേക്കുമായി. ടീം ക്യാപ്റ്റൻസുമായി ഷാനിക്ക, മഞ്ചേരി ചേച്ചി. ഇനി ടീമിനൊരു പേര് വേണ്ടേ? നമ്മൾ ഇവരെ എന്തെന്ന് പറഞ്ഞു വിളിക്കും? ആ ശരിയാ, ഞങ്ങള് തന്നെ ഇട്ടാ മതി ഞങ്ങളുടെ പേര്. നിങ്ങൾ ഡിസ്കസ് ചെയ്തോ. നിങ്ങൾ ഡിസ്കസ് ചെയ്തോ. നിങ്ങൾ ടീമിന്റെ പേര് ഡിസ്കസ് ചെയ്തോ. ഞാൻ വേണം എന്തെങ്കിലും ഇത് വേണം തരാൻ പറഞ്ഞു. ടീമിന്റെ അലമ്പോട്ടിക്ക പേര് ആ, എമ്മിൽ സ്റ്റാർട്ട് ചെയ്യും. അലമ്പൂട്ടിക്ക്. പ്രഖ്യാപിക്കൂ. എന്തായിരുന്നു? യെസ്. അല്ല എന്റെ മനസ്സിൽ രാഗങ്ങളുടെ ഒരു സൗന്ദര്യമാണല്ലോ സംഗീതം, തീർച്ചയായിട്ടും. അല്ലേ? അതുകൊണ്ട് ഞങ്ങളുടെ ടീമിന്റെ പേര് മിസ്റ്റിക് രാഗാസ്. ഓക്കെ, അപ്പൊ മഞ്ചേരി ചേച്ചിയുടെ ടീമിന്റെ പേര് മിസ്റ്റേക്ക് രാഗാസ്. ഓക്കെ, സൂപ്പർ. ഇനി നമുക്ക് ഇവരുടെ പേര് കേൾക്കാട്ടോ. ഷാനെ, സംഗീതം എന്ന് പറയുന്നത് മാജിക് ആണ്. ഓക്കെ. സാഗരമാണ്. അതുകൂടാതെ താളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ്. ഓ, അതെ അതെ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ടീമിന് പേരിട്ടിരിക്കുകയാണ് മാജിക് ബീറ്റ്സ്. ഓ വണ്ടർഫുൾ. MB. MB. MR and MB. MR and MR-ഉം MD-യും. അങ്ങനെ മഞ്ചേരി ചേച്ചിയുടെ ടീമിന്റെ പേര് മിസ്റ്റിക് രാഗാസ്, ഷാനിക്കിന്റെ ടീമിന്റെ പേര് മാജിക് ബീറ്റ്സ്. ഓക്കെ, So all സൂപ്പർ. the best. സൂപ്പർ സ്റ്റാർ സീനിയറിനെ നമുക്ക് ഒരുപാട് സ്പോൺസേഴ്സ് ഉണ്ട്. അമൃതവേണി ലൈഫ് വിത്ത് സൂപ്പർ സ്റ്റാർ സീനിയർ പവേർഡ് ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, UGS ഗോൾഡ് ലോൺ, ഈസ്റ്റേൺ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് സ്പോൺസേഴ്സിന്റെ പേര് പറയുന്നുണ്ട്. ഈ 2 ടീമിനും ഓരോ സ്പോൺസേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോ മഞ്ചേരി ചേച്ചിയുടെ ടീം മിസ്റ്റിക് രാഗാസിനെ സ്പോൺസർ ചെയ്യുന്നത് UGS ഗോൾഡ് ലോൺ, അർബൻ ക്രാഫ്റ്റ് സൊസൈറ്റി ഗോൾഡ് ലോൺ. ലോൺ എടുത്തും പാടാം. യെസ്. ഇനി മാജിക് ബീച്ചിന്റെ സ്പോൺസേഴ്സ് ഈസ്റ്റേൺ. സർ, അപ്പൊ അങ്ങനെ കണ്ടസ്റ്റന്റ്സ് ആയി, പേരായി, Yes. ടീം ക്യാപ്റ്റൻസ് ആയി, ടീം ലീഡറും കൂടെ ഒന്ന് വേണമല്ലോ. തീർച്ചയായും. ഷാനിക്ക. യെസ്, ഞാൻ ഒരാളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ സഞ്ജയ്. Yes, സഞ്ജയ്. Congratulations. എല്ലാവരും നിന്റെ കയ്യില. ടീം ലീഡറിന്റെ ഒരു സ്പിരിറ്റ് കാണിക്കടാ സഞ്ജയ്. നീ എന്തോന്നില്ല ഗുസ്തി പിടിക്കാൻ ഓക്കെ, ചേച്ചി. അശ്വൻ. നമ്മൾ ഈ ക്യാപ്റ്റന്മാര് തമ്മിലുള്ള ഒരു ജുഗൽബന്ദി ആയാലും. So we will start the new venture with this song. ആദിന
தோன்ற காலத்தை முத்தோன்றிய முத்தக்குடியாவே யாவே எந்தொன்ற காலத்தை எண்ணிக்கை பார்த்த யாவே யாவே ஆதித்தி சிதற வெள்ளம் நனையாமல் பார்த்த குடி தீ வின்று தீ தின்று தீ காடாய் வாழும் குடி வா இரு தோல் எடுத்து வா திருவாள் எடுத்து வா திருசூல் உரைத்து வா 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 இருதோள் எடுத்து வா குருவாள் எடுத்து வா ஒரு சூடு உரைத்து வா 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 ஆதி நெருப்பே ஆராத நெருப்பே மாய நெருப்பே மலை நெருப்பே வாயு நெருப்பே பாதாள நெருப்பே காம நெருப்பே காடு நெருப்பே ഇടിയിടത്തത് മഴയെടുത്തത് മടിത്തത് പുയലും മലയുടനത് അരയിടുന്നത് ഇഴുന്നത് പ്രളയം കല്ലോടും മുള്ളോടും കാറ്റോടും പോരാടി പല്ലാണ്ട് വാഴും ഇനം ஒரு விழுந்தது வானம் இருந்தது விழுந்தது நதியும் முகல் கரிந்தது நிலம் சரித்தது தெரிந்தது பருவம் அங்கார கூத்தாடி அனலுக்குள் நீராடி மேலேறி வந்த இனம் பனி மலக்களை எதிர வாரணங்கள் அணிதிரல கனி முலக்கவலையும் காலம் சொல்லுதே வெப்பலையில் சொட்டு வந்த வெங்கோரி பாக்கையிலே வெச்சருவ வெல்கம்பு வேகம் கூட்டுதே சொலையருவி பறங்கள் மேலிருக்கும் தீ குருவி குரல் எடுத்து கத்துதமா தெற்கு தசையிலே சன புடிச்ச காட்டு நெறி கொல நடுங்கா ஓடுதமா செவசடுக்கும் பெருநெருப்ப பார்த்த நொடியில வா இரு தோல் எடுத்து வா குருவால் எடுத்து வா திருசூல் உரைத்து வா 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 இருதோள் எடுத்து வா குருவாள் எடுத்து வா ஒரு சூடு உரைத்து வா 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 ஆதி நெருப்பே ஆராத நெருப்பே மாய நெருப்பே மலை நெருப்பே வாயு நெருப்பே பாதாள நெருப்பே காவல் நெருப்பே காட்டு நெருப்பே സൂപ്പർ സൂപ്പർ. അപ്പൊ ശരിക്കും ഇതാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത്. യെസ്. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു സാമ്പിൾ. അപ്പൊ ഇനി ശരിക്കുള്ള കോമ്പറ്റീഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ വിത്ത് മിസ്റ്റിക് രാഗാസ് ആൻഡ് മാജിക് ബീറ്റ്സ്. അപ്പൊ പ്രേക്ഷകരെ, എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയി. അപ്പോൾ ഇനി ഇതാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ സീനിയറിന്റെ പുതിയ ഫോർമാറ്റ്. നമ്മുടെ കണ്ടസ്റ്റൻസിന്റെ ഇടയിൽ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ സ്പിരിറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ ഇനി നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ക്യാപ്റ്റൻസ് നിങ്ങൾ റെഡി അല്ലേ? റെഡി. ഇനി ഞാനൊരു കാര്യം പറയാൻ പോകുന്നത്, കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 2 ടീമാക്കി. ഇനി വിജയികൾക്ക് എന്താണ് കിട്ടുന്നതെന്ന് നമ്മൾ ഇത്രയും നേരമായിട്ട് പറഞ്ഞില്ല. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് അങ്ങോട്ട് നോക്കൂ. എന്താ ഒരു പെട്ടി. ഗിറ്റാർ കിട്ടും. ഓക്കെ, അപ്പോ ഈ ഫോർമാറ്റില്, പുതിയ ഫോർമാറ്റില് ഇനി വിജയിക്കാൻ പോകുന്ന ടീമിന് ലഭിക്കാൻ പോകുന്നത് നമ്മുടെ അമൃതവേണി ലൈസ് ക്വിറ്റിന്റെ ഈ പണപ്പെട്ടി. ഈ പണപ്പെട്ടിയുടെ അകത്ത് ശരച്ചാറിന് അറിയാലോ, ഒരുപാട് എന്റെ പണപ്പെട്ടി നഷ്ടപ്പെട്ടു പാറു. സാറിന് വേറെ പെട്ടി തരും സാർ. ശരി, അപ്പോ ഞാൻ ഈ പെട്ടി തുറക്കാൻ പോവാണേ. ഫുൾ ക്യാഷ് ആണ്. ഇത്രയൊന്നും കണ്ടിട്ടേലടാ. ഇത് ജയിക്കുന്ന ടീമിന്. ടീമിനാണോ ഒരു വ്യക്തിക്കാണോ? ടീമിനാണ് ഈ പെട്ടി കിട്ടുക. അപ്പൊ ഈ ഷെഡ്യൂൾ അവസാനിക്കുമ്പോ വിജയിക്കുന്ന ടീമിന് ലഭിക്കുന്നത് അമൃതവേണിയുടെ ഈ പണപ്പെട്ടി. ഇനി നമ്മൾ എപ്പോഴും ഒരു ടോപ്പറിനൊരു സ്പെഷ്യൽ പ്രൈസ് നമ്മൾ കൊടുക്കാറുണ്ട്. അത് നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. കാരണം എല്ലാവരും നമ്മൾ പറഞ്ഞല്ലോ, ഇൻഡിവിജ്വലി ഉള്ള കോമ്പറ്റീഷൻ അതൊരു സൈഡില്, ബാക്കി നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് അങ്ങനെ ആക്കിയത്. ആ ഇൻഡിവിജ്വൽ ടോപ്പ് മാർക്ക് നേടുന്ന കണ്ടസ്റ്റന്റിന് നമ്മുടെ ഈ 4 ജഡ്ജസിന്റെ സിഗ്നേച്ചർ ഉള്ള ഈ യുക്കുലേലെ
ഓക്കെ, ഹാപ്പി അല്ലേ? അപ്പോ ഇനി ഇതിനു വേണ്ടിയായിരിക്കണം നിങ്ങളുടെ മത്സരം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇനി ഏതൊക്കെ റൗണ്ട്സ് ആണെന്ന് അറിയണ്ടേ? അറിയണം. ഓക്കെ, അപ്പൊ റൗണ്ട് 1 മൈ മാസ്റ്റേഴ്സ് റൗണ്ട്. അതായത് തെളിച്ച് പറയാമോ ഫാറൂഖ്? പറയാം സാർ. നമുക്ക് ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട് അല്ലേ? ഒത്തിരി ഒരുപാട് നല്ല പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരുപാട് സംഗീത സംവിധായകന്മാർ. ഇവർക്ക് ഇഷ്ടമുള്ള ഏത് മ്യൂസിക് ഡയറക്ടറിന്റെ സോങ് ആയിരിക്കും ഇവരിവിടെ പാടാം. ഓക്കെ, ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ടാവും. അതിൽ അവരുടെ ഫേവറേറ്റ് ഏറ്റവും നല്ല പാട്ട് അവർക്ക് ഇവിടെ പ്രസന്റ് ചെയ്യാം. ഓക്കെ, ഇനി സെക്കൻഡ് റൗണ്ട് ഫിൽമി ഡിവോഷണൽ, സിനിമയിൽ വന്നിട്ടുള്ള ഭക്തിഗാനങ്ങൾ. ഓക്കെ, ഇനി തേർഡ് റൗണ്ട് ഫോക്ക് ഡ്യുവറ്റ് റൗണ്ട്. ഇത് നമ്മൾ തകർക്കും. ഓക്കെ, നോൺ ഫിൽമി ആയിട്ടുള്ള ഫോക്ക് സോങ്സ് ആണ്. ഓക്കെ, റെഡി? അപ്പൊ ആ ഡ്യുവറ്റ് വരുമ്പോഴേക്കും ഒരു ആവേശമൊക്കെ ഉണ്ടാവും ഇവിടെ മൊത്തത്തില്. ഓക്കെ, 2 ടീമിൽ നിന്നായിരിക്കും വരാൻ പോകുന്നത്. അടുത്ത ചേഞ്ച്, MD സാറും ശരത് സാറും ആസ് യൂഷ്വൽ എപ്പോഴും കുട്ടികൾ പെർഫോം ചെയ്യുന്നു, അവർക്ക് വേണ്ടി മാർക്ക് ഇടുന്നു. പക്ഷേ ഇവിടെ ഓൾറെഡി ഒരു യുദ്ധം തുടങ്ങിയല്ലോ. ഷാനിക്കയുടെ ടീമിൽ നിന്ന് പെർഫോം ചെയ്യാൻ വരുമ്പോൾ ഷാനിക്ക മാർക്ക് ഇടാൻ പാടില്ല, മഞ്ജരി ചേച്ചി ആയിരിക്കും മാർക്ക് ഇടുക. പക്ഷേ മഞ്ജരി ചേച്ചിയുടെ ടീമിൽ നിന്ന് പെർഫോം ചെയ്യാൻ വരുമ്പോൾ ചേച്ചി മാർക്ക് ഇടില്ല, ഷാനിക്ക ആയിരിക്കും മാർക്ക് ഇടുക. ഓക്കെ, ആൻഡ് ആ മാർക്ക് ഹിഡൻ ആയിരിക്കും. ഓക്കെ, നമുക്ക് അറിയാൻ പറ്റില്ല എന്താണെന്നുള്ളത്. ഓക്കെ, ജഡ്ജസ്, നമ്മളിവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, പുതിയ ഫോർമാറ്റ് കൊണ്ടുവന്നു. ആ ഫോർമാറ്റിന്റെ ഭാഗമായിട്ട് ചെറിയൊരു ചേഞ്ച്. 2 സൈഡിലും മേളിലേക്ക് നോക്കൂ. നമ്മൾ സൂപ്പർ ഓർക്കസ്ട്രനെ രണ്ടാക്കി വെച്ചേക്കുന്നു. അവരിനി എന്ത് ചെയ്യും എന്നറിയില്ല, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുഖത്തോട് മുഖം നോക്കി ഇരിക്കും. അപ്പൊ എന്തായാലും പുതിയ ഫോർമാറ്റ് തുടങ്ങിയ സ്ഥിതിക്ക് നിങ്ങളുടെ ഒരു പെർഫോമൻസ് ഞങ്ങൾക്ക് വേണം. ഓക്കെ, റെഡി? അതെ, അപ്പൊ യുദ്ധം തുടങ്ങാൻ പോകുന്നു. യുദ്ധം തുടങ്ങാൻ പോകുന്നു എന്ന് വരെ നമ്മുടെ സൂപ്പർ ഓർക്കസ്ട്ര ഒഫീഷ്യലി അതിന്റെ ഒരു വിളംബരം, കാഹളം മുഴക്കി. ഫസ്റ്റ് തന്നെ ഐശ്വര്യമായി നമുക്ക് ഫിലിമി ഡിവോഷണൽ റൗണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഐശ്വര്യത്തിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് പേരിൽ അതുള്ള ഒരാളെ വിളിക്കാം. തേജസ് ഉള്ള ഒരാളെ. അപ്പൊ UGS ഗോൾഡ് ലോൺ മിസ്റ്റിക് രാഗാസ് ടീമിൽ നിന്ന് വരുന്നു തേജസ്. ശങ്കര നാദ ശരീരാ പരാ വേദവിഹാരാഹരാ ജീവേശ്വര ശങ്കര നാദ ശരീരാ പരാ വേദവിഹാരാഹരാ ജീവേശ്വര ശങ്കര ప్రాణమునీవని గానమే నీడని ప్రాణమే గానమణి మౌన విచక్షణ ధ్యాన విలక్షణ రాగమే యోగమణి ప్రాణమునీవని గానమే నీడని ప్రాణమే గానమణి మౌన విచక్షణ ధ్యాన విలక్షణ రాగమే యోగమణి నాదోపాస
ఉపాసన చేసిన వాడను నీ వాడను నేనైదే నాదోపాసన చేసిన వాడను నీ వాడను నేనైదే ధిక్కరీంద్రజిత హిమగరీంద్రజిత కందరా నీల కందరా క్షుద్రులురుగని రుద్రవీణ నిన్నిద్రగానమిది అవతరించరా వినిధరించరా శంకరా నాద శరీరా పరా వేద విహారహరా జీవేశ్వర శంకరా మెరిసే మెరుపులు మురిసే పెడవులు చిరు చిరు నవ్వులు కాబూలు ఉరిమే ఉరుములు సరి సరి నటలన సిరి సిరి మూవలు కాబూలు మెరిసే మెరుపులు మురిసే పెడవులు చిరు చిరు నవ్వులు కాబూలు ఉరిమే ఉరుములు సరి సరి నటలన సిరి సిరి మూవలు కాబూలు పరవశాన శిరసూగంగా ధరకు జారిన శివగంగా పరవశాన శిరసూగంగా ధరకు జారిన శివగంగా తాగానలగరి నవమునుగంగా ఆనంద వృష్టినే తడవంగా శంకరా నాద శరీరా పరా వేద విహారహరా జీవేశ్వర శంకరా 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 നൈസ് മോനെ ഗുഡ് 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 വെരി ഗുഡ് വെരി ഗുഡ് തേജസ് സൂപ്പർ പെർഫോമൻസ്. ചേച്ചി ചേച്ചിയുടെ ടീമിന്ന് ഒരു വലിയ പാട്ടൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ്. അതെ അതെ, തേജസ്സിന് പൊതുവെ അങ്ങനത്തെ പാട്ടുകൾ പാടാനാണ് ഇഷ്ടം. കുറച്ച് സംഗതികളും ഒക്കെയുള്ള പാട്ടുകൾ. ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ കുറേ നാളുകളായിട്ട് ഒരു അടഞ്ഞിരുന്ന ഒരാളായിരുന്നു ഇങ്ങനെ. ഇപ്പം കുറേയൊക്കെ സടകുടഞ്ഞ് എണീറ്റ് നല്ല ശബ്ദത്തിനൊക്കെ ഒരു വെയിറ്റ് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് പാടി മോനെ. അപ്പൊ എന്തായാലും നമുക്ക് ചോദിച്ചു നോക്കാം. ഓക്കെ ശരത് സാർ. തേജസ്, യെസ് സാർ. അതിമനോഹരമായ ഒരു പാട്ട്. കാര്യം എപ്പോഴും ഈ ഒരു പാട്ടിൻ്റെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ അത് വേറെ. ഇപ്പം ഞാൻ ഒരു 2 ദിവസം മുമ്പ് ഒരു കച്ചേരി ഉണ്ടായിരുന്നു. അതിൽ ഈ പാട്ട് പാടി ശങ്കരാന്ന് തുടങ്ങിയതും എൻ്റെ ദൈവമേ, പിന്നെ നാട്ടുകാരങ്ങ് കൊണ്ടുപോയി പാട്ട്. അപ്പം എന്തൊക്കെയായാലും അങ്ങനെ പാട്ടെടുത്തുകൊണ്ട് വന്ന് പാടിയതിൽ കുറേ സന്തോഷം. എനിക്ക് 2 തവണ സ്റ്റേറ്റിൽ മത്സരിച്ചിട്ട് എന്നെ ചെവിക്ക് നോക്കി എടുത്ത് എറിഞ്ഞത് ഈ പാട്ട് പാടിയത് കൊണ്ടാണ്. അപ്പോൾ അത് കുഴപ്പമില്ല, ആ ഒരു വിഷമം മനസ്സിലുണ്ടെങ്കിലും. പക്ഷെ അന്ന് ജനങ്ങളുടെ കൈതട്ടൽ ഇപ്പോഴും എൻ്റെ ചെവിയിലുണ്ട്. എനിക്കത് മതി. നന്നായിട്ട് പാടി. എനിക്ക് ആകെ പറയാനുള്ള മോനെ കുറച്ചും കൂടെ ശ്രുതി നീ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം എന്ന് തോന്നി. പിന്നെ ലിറിക്കിൻ്റെ കാര്യത്തിൽ കുറച്ച് അത് ഞാനൊന്ന് നീ എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആരുടെയും അടുത്ത് ചോദിച്ചിട്ട് അത് കൃത്യമാക്കി തന്നേനെ. പല ഏരിയകളിലും തെറ്റുണ്ടെന്ന് തോന്നി. കാരണം ഞാൻ കുറേ തെലുങ്ക് ഫിലിം വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്കത് ശരിയാക്കാം. ഞാൻ റെഡിയാക്കി തരാം നിന്നെ കേട്ടോ. ഓക്കെ സാർ. അത് അങ്ങനെ എടുത്ത് പറഞ്ഞില്ലേ, ശ്രുതിയുടെ കാര്യമാണ് പ്രധാനമായിട്ട്. പിന്നെ അതൊന്ന് പാടാമോ? നീ പാടനു നീ വാടനു നീ വാടനു നീ വാടനു നേനൈദേ അങ്ങ് താഴെ ഇങ്ങനെ ഇറങ്ങി അല്ല കേട്ടോ. അത് അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ കേട്ടോ. അത് അടുത്തൊന്ന് ലൈനൊന്ന് പാടാമോ? ധിക്കരീന്ദ്രജിത ഹിമഗരീന്ദ്രസിത ധിക്കരീന്ദ്രജിത ഹിമഗരീന്ദ്രസിത അത് വേറെ ഏതാണ്ടൊക്കെയാണ് നീ പറയുന്നത്. വേറെ പൊട്ടത്തെറ്റെന്തോ ആണ്. നമുക്കത് ശരിയാക്കാം കേട്ടോ. അടുത്തത് ശുദ്രുലുരുഗനി രുദ്രവീണ നിന്നിദ്രഗാനമിതി അവതരിഞ്ചര വിനിധരിഞ്ചര അവതരിഞ്ചര ഗിരിധരിഞ്ചര
അങ്ങനെ ആക്കുന്ന എന്തിനാ? ഭക്തി കൂടിയായി, വെരി ഇമോഷണൽ. ഇത് ശങ്കര എന്ന് വിളിച്ച് പാടുന്നതാണ്, ശിവനെ വിളിച്ചിട്ട് പാടുന്നതാണ്. അപ്പൊ അതിന്റെ ഭക്തിയുടെ ഒരു ഉന്നതിയിൽ നമുക്ക് തോന്നുന്ന ഒരു സന്തോഷം കൊണ്ടുള്ള ഒരു പെയിൻ ഉണ്ട്, അതുണ്ട് ഇതില്. ശങ്കര നല്ല ശങ്കര. ഈ സെക്കൻഡ് ഹാഫ് മുതലും മുഴുവൻ ഇമോഷണലാണ് പാട്ട്. അപ്പൊ മോൻ അതൊന്ന് കുറച്ചും കൂടെ ആവാഹിക്കാമല്ലോ. കാര്യം SPB സാർ വളരെ കൃത്യമായിട്ട് പാടി വെച്ചിട്ടുണ്ട്. വേറൊന്നും നമുക്ക് റെഫറൻസിന്റെ ആവശ്യമില്ലല്ലോ, അദ്ദേഹത്തിന്റെ പാട്ട് പോരെ. പക്ഷേ നന്നായിട്ട് പാടി, ശ്രുതി മാത്രം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മഞ്ജരി, കൊള്ളാം. താങ്ക് യു സർ. ഇറ്റ്സ് ഓക്കെ. ഷീ ഈസ് വെരി പ്രൗഡ്. ഓക്കെ, താങ്ക് യു സർ. MT സർ. തേക്കുട്ടാ, ഓ ഒരുപാട് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് പാടുന്നു കേട്ടോ. ഈ പാട്ട് ഗാനമേളയായാലും ഭക്തിഗാനമേളയായാലും ഇതുണ്ടാകും. ഈ പാട്ടില്ലാത്ത ഒരു വേദിയുമില്ല, അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ളൊരു പാട്ട്. പിന്നെ പറയേണ്ട കാര്യമില്ല, SPB സാർ അദ്ദേഹം പാടി വെച്ചിരിക്കുന്ന ഒരു രക്ഷയില്ല. കാരണം ആ ഒരു പവർ, പിന്നെ ആ പാട്ടിന് കൊടുക്കേണ്ട ഒരു ഫീൽ. അണ്ണാച്ചി പറഞ്ഞ പോലെ നമ്മൾ ചില പാട്ടുകളുടെ ക്ലൈമാക്സ് വരുമ്പോഴത്തേക്ക് അത് എന്താണ്, ശിവനെ ധ്യാനിച്ച് പാടി അങ്ങ് ശിവനെ ആവാഹിച്ച് നമ്മുടെ മനസ്സിലോട്ട് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദ കണ്ണീര്, ആ ഒരു ഫീലാണ് മോൻ കൊടുക്കേണ്ടത്. പക്ഷെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ മോൻ ആ ആവേശം വന്നപ്പോഴത്തേക്ക് വേറൊരു റൂട്ടിൽ സഞ്ചരിച്ചു, കുഴപ്പമില്ല, എന്നാലും നന്നായിരുന്നു. പിന്നെ ശ്രുതി ഒന്ന് ശ്രദ്ധിക്കണം, എസ്പെഷ്യലി മറ്റേ ഏറ്റവും ടോപ്പ് പോർഷൻ ലാസ്റ്റ് പാടിയല്ലോ, അത് കഴിഞ്ഞ് വന്ന ആ പല്ലവിയിലാണ് പ്രകടമായിട്ട് കാണുന്നത്. അല്ലാത്തടത്തൊക്കെ ശാലം ഉണ്ട്. എന്തായാലും ടോട്ടലി നോക്കുമ്പോൾ വളരെ ഗംഭീരമായിട്ട് തന്നെ പാടി കേട്ടോ. നല്ലൊരു പാട്ട്. പല്ലവി എന്ന് പാടിക്കും. ശങ്കര അത്ര സോഫ്റ്റ് ആക്കാത്ത കുറച്ചുകൂടെ ശങ്ക ശങ്ക ആ ഒരു ശങ്കര കുറച്ചുകൂടെ ബലപ്പിക്കും. അവിടെ കുഴപ്പമില്ല, ഓനെ ഇത്തിരി മെലഡി വരുന്നത്. ഇത് മെലഡി ഉണ്ടെങ്കിലും അതിനകത്തൊരു ഒരു പവറുണ്ട്, ആ പവർ ഒരു കുത്തുണ്ട് അതിനകത്ത്. അതും കൂടെ ഒന്ന് വരുത്താൻ ശ്രമിച്ചാൽ നന്നായിരിക്കും. പക്ഷെ പാട്ട് അതിമനോഹരമായിട്ട് പാടി. വേറെ ഒന്നും പറയാനില്ല, കാരണം മഞ്ചരി ടീമിൽ നിന്ന് ആണ് ആദ്യമായിട്ടുള്ള ഒരു പാട്ട് തുടക്കം. സാക്ഷാൽ മഹാദേവനെ അല്ലേ പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങി. നന്നായിരിക്കട്ടെ, ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് മഞ്ചരി. യെസ് സർ. ഗുഡ്. താങ്ക് യു സർ. താങ്ക് യു സർ. ഷാനിക്ക, അല്ല, നല്ലത് കേട്ട് നമ്മൾ നല്ലത് തന്നെ പറയണല്ലോ. അതെ അതെ അതെ. അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അല്ല, ഈസ്റ്റേൺ മാജിക് ബീറ്റ്സ് ടീം നിങ്ങൾ പേടിച്ചോ? ഒരിക്കലുമില്ല, ഞങ്ങൾ ഇതിനെ കടത്തി വെട്ടും. ഇതിക്കും മേലെ സാധനം വരുന്നതായിരിക്കും. ഓക്കെ, ശരി. ഓക്കെ. തേജസ് എന്തോ സർ? കലക്കി. താങ്ക് യു സർ. എനിക്കും ആകെ ഫീൽ ചെയ്തൊരു കാര്യം, പറഞ്ഞൊരു ചേട്ടൻ പറഞ്ഞ ഒരു ഓപ്പൺനെസ് ഉണ്ട്. ഇപ്പം ഇത് ഡിവോഷണൽ അങ്ങേയറ്റം തുളുമ്പുന്ന ഒരു സോങ് ആണ്. ഇതിൽ ഫീലും ഉണ്ട്. SPB സാർ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് ഡൈനാമിക്സിൽ കിടന്ന് ഇങ്ങനെ അങ്ങോട്ടും ആടുന്നുണ്ട് ഇങ്ങോട്ടേക്കും ആടുന്നുണ്ട്, അങ്ങ് ഹൈയിൽ ഫുൾ പവറിൽ പോകുന്നുണ്ട്, പെട്ടെന്ന് കംപ്രസ് ചെയ്തിട്ട് ഫീലിലേക്കും വരുന്നുണ്ട്. ഇത് ഒട്ടുമിക്ക ഫീൽ ബേസിലാണ് പോയേക്കണേ. പക്ഷെ ആ ഒരു ഓപ്പൺനെസ് വരുന്ന ഭാഗങ്ങളുണ്ട്, അവിടെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ഓപ്പൺനെസ് ആവാം, കുറച്ചുകൂടി ബ്രൈറ്റ്നെസ് ആവാം എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ബാക്കിയൊക്കെ നന്നായിട്ട് തന്നെ പാടിയിടാ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഓക്കെ, ഇനി ടീം ക്യാപ്റ്റനോട് ചോദിക്കാം. ചേച്ചി. തേജസ് യെസ് മാം. നന്നായി പാടി മോനെ. താങ്ക് യു. നൈസ്. എനിക്ക് ഈ പാട്ട് എടുക്കുമ്പം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം തേജസ് പൊതുവേ വളരെ വളരെ മയത്തിൽ സംസാരിച്ച് അങ്ങനത്തെ ഒരാളാണ്. ഇത്രയും നാളുകളായിട്ട് തേജസ്സിനെ ഇങ്ങനെ സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിയെടുത്തു ശബ്ദം, സ്റ്റാമിന. ഗുഡ് മോനെ, ഇത് നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോൾ സാറ് പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാനും നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കുറച്ച് നമുക്ക് ഇനിയും റെഡിയാക്കി എടുക്കാനുണ്ട്. പക്ഷെ എന്നാലും നല്ലൊരു അറ്റംപ്റ്റ് തന്നെയായിരുന്നു. ആ നല്ല ത്രോ ഉണ്ടായിരുന്നു പാടിയത്. ഇതിനും ത്രോ വരുത്താം, ഇനിയും ത്രോ വരുത്താം നമുക്ക്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു ഡാ. അസലായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പാടിയത്. താങ്ക് യു ചേച്ചി. ഓക്കെ ചേച്ചി, മാർക്സ് ചോദിക്കാം. ഓ, ഇതിൽ ഞാൻ മാർക്സ് ഇടണ്ടല്ലേ? വേണ്ട. എന്നാ തേജസ് നമുക്ക് മാർക്സ് ചോദിച്ചാലോ എല്ലാവരോടും? ഓക്കെ, ശരത് സർ. ചക്കരേ, എന്തോ നിനക്ക് 8.7 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു സർ. MT സർ. 8.9. താങ്ക് യു സർ. ഷാനിക്ക. അപ്പോ UGS
തേജസ് ഗോൾഡ് ലോൺ മിസ്റ്റിക് രാഗാസ് ടീമിൽ നിന്നും ആദ്യം തേജസ് പെർഫോം ചെയ്യാൻ വന്നു. The total mark is 17.6. ഷാനിക, എന്തോ അടുത്തതായി ഈസ്റ്റേൺ മാജിക് ബീച്ച് ടീമിൽ നിന്നും ആരാണ് പെർഫോം ചെയ്യാൻ വരുന്നത്? നമ്മുടെ ടീമിന്റെ ഏറ്റവും ഹൈറ്റുള്ള യെസ്. യെസ്. Okay, so let's welcome യെസ്. ശക്തിമയം ശിവ ശക്തിമയം ശക്തിമയം ശിവ ശക്തിമയം ഭക്തിമയം ഭുവനം ബ്രഹ്മമയം ശക്തിമയം ശിവ ശക്തിമയം ഭക്തിമയം ഭുവനം ബ്രഹ്മമയം ശക്തിമയം ശിവ ശക്തിമയം സൂര്യ പ്രഭവിടർത്തി കാരണ ജലധി തിരയുണർത്തി കോടി സൂര്യ പ്രഭവിടർത്തി കാരണ ജലധി തിരയുണർത്തി ആഗമ നിഗമ പ്രണവ ബീജത്തിൽ നിന്നാദി പരാശക്തി അവതരിച്ചു ചിന്മയി സച്ചിന്മയി സൃഷ്ടിസ്ഥിതിലയ രൂപമയി നിത്യവരാമയ ഭാവമയി പാലയമാം 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 പാർവണേന്ദു ഭാസുരേന്ദു വദനേ ശക്തിമയം ശിവ ശക്തിമയം ഭക്തിമയം ഭുവനം ബ്രഹ്മമയം ശക്തിമയം ശിവ ശക്തിമയം ശ്രീ സുദർശന ദ്യുതി പരത്തി ക്ഷീരപഥങ്ങളിൽ തമസകത്തി ശ്രീ സുദർശന ദ്യുതി പരത്തി ക്ഷീരപഥങ്ങളിൽ തമസകത്തി ദ്വാപര യുഗത്തിൻ ഹൃദയ പത്മങ്ങളിൽ ആദിമഹാശക്തി അവതരിച്ചു ചിന്മയി സച്ചിന്മയി സിന്ദൂരാരുണ ജ്യോതിർമയി ചഞ്ചലപാദപരാഗവതി പാലയമാം 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 പത്മപുഷ്പ കൃഷ്ണ പുഷ്പനയനേ ശക്തിമയം ശിവ ശക്തിമയം ഭക്തിമയം ഭുവനം ബ്രഹ്മമയം ശക്തിമയം ശിവ ശക്തിമയം ഭക്തിമയം ഭുവനം ബ്രഹ്മമയം ശക്തിമയം ശിവ ശക്തിമയം ഗുഡ് 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 വെരി ഗുഡ്. ഗുഡ് മോർണിംഗ് ഗുഡ് ഗുഡ് യെസ്. യെസ് പാറു. സൂപ്പർ. താങ്ക് യു. ഷാനിക, എങ്ങനെയുണ്ടായി ഷാനിക്കയുടെ ടീമിൽ നിന്ന് വന്ന യശിന്റെ പെർഫോമൻസ്? യശ് എന്ന് പറഞ്ഞാല് ഓഫ് കോഴ്സ് ഭയങ്കര വേഴ്സ്റ്റൈൽ ആയിട്ടുള്ള ഒരു സിംഗറാണ്. എന്ത് ടൈപ്പ് പാട്ടും നമ്മൾ സ്ഥിരം പറയുന്ന പോലെ തന്നെ യശിന്റെ കയ്യിൽ ഭദ്രമാണ്. അപ്പം ഐ ആം സോ പ്രൗഡ് യശിന് എന്റെ ടീമിൽ കിട്ടിയത്. ഞാനും കുറെ ഹാപ്പിയാണ്. ഓക്കെ, നമുക്ക് ചോദിക്കാം. Okay. എം ടി സർ. യശ്കുട്ടാ സർ നന്നായിട്ട് പാടി കേട്ടോ.
താങ്ക് യു കാരണം ഈ പാട്ട് പാടാൻ പ്രയാസമുണ്ട്, ഭയങ്കര പ്രയാസമാണ്. നന്നായിട്ടുണ്ട്. പക്ഷേ ദാസേട്ടൻ പാടിയിരിക്കുന്ന സംഗതികൾ ചില കുരുട്ട് സംഗതികളാണ്, ഭയങ്കര സ്പീഡാണ് അതിന്. അത് യശ് ഇപ്പം ബ്രഹ്മമയം എന്ന് പറഞ്ഞ ആ പോർഷൻസൊക്കെ കുറച്ചുകൂടെ സ്പീഡായിട്ട് കുറച്ച് ക്രിസ്പി ആയിട്ട് പാടിയിരുന്നത് നന്നായിരുന്നേനെ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവോ? ശക്തിമയം ശിവ ശക്തിമയം ആ ഭക്തിമയം ഭുവനം ബ്രഹ്മമയോ ആ ബ്രഹ്മമയോ. ആ അവിടെ അത്രയും പോളിഷ് ആവരുത്. ആ സംഗതി ഉണ്ടല്ലോ, ഒരു കച്ചേരിയുടെ സംഗതി പാടുമ്പോൾ ഉണ്ടാകുന്ന സ്പീഡ് അതിനകത്ത് കൊണ്ടുവന്നാൽ നന്നായിരിക്കും. ഓക്കെ സർ. അതുപോലെ തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ചരണമാണ് കേട്ടോ. കുറച്ചുകൂടെ ഒരു ബലപ്പിച്ച് പാടി. അപ്പം ഇപ്പം പാടിയതുപോലെ ഒന്ന് ബലപ്പിച്ച് പാടുകയാണെങ്കിൽ ഈ പാട്ടിന് ഒന്നുകൂടെ ഒരു ശക്തി കിട്ടും. പിന്നെ ലാസ്റ്റ് പാടിയത് ആ സംഗതി ഏറ്റവും മേളിൽ പോയിട്ട് പാടുന്നത് അതൊന്ന് പാടി. ശക്തിമയം ശിവ ശക്തിമയം ശിവ ശിവ ശക്തിമയം മകസരി ആ സംഗതി വരണം. ശക്തിമയം ശിവ ശക്തിമയം. ഫാൾസ് വോയിസ് വരുന്നുണ്ട്, അതൊന്ന് കുറച്ച് കറക്റ്റ് ആക്കിയാൽ മതി കേട്ടോ. എങ്കിലും ടോട്ടലി ഇറ്റ് വാസ് നൈസ്. ഓക്കെ, നന്നായിട്ട് പാടി മോനെ. വെരി ഗുഡ്. താങ്ക് യു സർ. താങ്ക് യു സർ. ശരത് സർ, വണ്ടർഫുൾ സെലക്ഷൻ, താങ്ക് യു സർ. ഉഗ്രം പാട്ട്. അപ്പൊ യശേ Sir. മനോഹരമായിട്ട് പാട്ട്. താങ്ക് യു സർ. മനോഹരം. ഇപ്പൊ MG അണ്ണൻ പറഞ്ഞില്ലേ, അത് ഒന്ന് അതിന് കുറച്ചും കൂടെ ഒരു തറവാടിത്തം പറഞ്ഞു, അത്രേ ഉള്ളൂ. പക്ഷെ ബാക്കിയെല്ലാം പ്രത്യേകിച്ച് ഈ ബ്രീത്തിങ് നല്ല കപ്പാസിറ്റി ഉണ്ട്. ആ ചരണം, അനുപല്ലവിയും ചരണവും പാടി നിർത്തുന്നത് ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പൊ ചക്കരെ, യെസ് സർ. എനിക്ക് ഇഷ്ടമായിടാ നീ പാടിയത്. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ. ചേച്ചി, യശ്, മാം സൂപ്പർ സോങ് സെലക്ഷൻ. താങ്ക് യു മാം. അത് വളരെ എല്ലാവരും ഒന്ന് ആലോചിക്കും ഈ പാട്ട് എടുക്കുന്നതിന് മുന്നേ. അത് യശ് വളരെ ധൈര്യപൂർവ്വം ഇങ്ങനെ ഒരു പാട്ട് എടുത്തു എന്നുള്ളത് തന്നെ വലിയൊരു കൈയടി. ഒരു നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. ഇറ്റ് വാസ് വെരി ഗുഡ്. നല്ല പോലെ ശ്രമിച്ചിട്ടുണ്ട്. ചില സംഗതികളൊക്കെ ഇനിയും കുറച്ചുകൂടി ഈ പറഞ്ഞ വരി പല്ലവിയൊക്കെ തുടങ്ങിയ സമയത്ത് എനിക്ക് തോന്നി കുറച്ചുകൂടി ഒരു പവർ ആവാമായിരുന്നു എന്നുള്ളത്. ടുവേർഡ്സ് ദി എൻഡ് പാട്ട് ഫിനിഷ് ആവാറായപ്പോഴത്തേക്ക് കുറച്ചൊരു കോൺഫിഡൻസ് വന്നു. ഇനി എനിക്ക് നേരെയായി. ചില പോർഷൻസ് ഒക്കെ ആലാപ്പ് വരുന്നിടത്ത് കുറച്ചുകൂടി ഒരു പെർഫെക്ഷൻ ആവാമായിരുന്നു. സ്പെഷ്യലി ആ ബ്രഹ്മമയം എന്ന് പറയുന്ന പോർഷൻ കുറച്ചുകൂടി ഒരു പവർ ആവാമായിരുന്നു. ഒരു ശക്തിയോടുകൂടി അത് പാടിയിരുന്നെങ്കിൽ അത് കൃത്യമായി വന്ന് വീണേനെ. ചെറിയ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ, പക്ഷെ എന്നാലും അറ്റംപ്റ്റ് നോക്കുമ്പം വണ്ടർഫുൾ ആണ്. ഗോഡ് Thank you, ബ്ലെസ് യു ma'am. മോനെ. Thank you, ma'am. നൈസ്. താങ്ക് യു ചേച്ചി. ഷാനിക്ക, യശ്, സർ. ഐ എം പ്രൗഡ് ഓഫ് യുടാ. താങ്ക് യു സർ. ആ യശ്, എനിക്ക് മെയിനായിട്ട് ഇപ്പം ഇവർ 3 പേരും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് ഫീൽ ചെയ്തത്, ഈ സോങ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു വോക്കൽ എക്സസൈസ് പോലത്തെ ഒരു സോങ്ങാണ്. എല്ലാ റേഞ്ചും ഉണ്ട്. അങ്ങ് ഹൈ റേഞ്ചിലാണ് കുറേ കാര്യങ്ങൾ കിടന്ന് കളിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരുവിധം അപകടമില്ലാത്ത രീതിയിൽ തന്നെ യശ് മാനേജ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി ഫീൽ ചെയ്ത് ആ ഒരു കുറച്ചുകൂടെ ഓപ്പൺനെസ് ആവാം ഓക്കെ സർ എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ബാക്കിയൊക്കെ ഇവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. എനിവേസ്, അഗൈൻ ഐ എം പ്രൗഡ് ഓഫ് യു. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് മാർക്സ് ചോദിക്കാം. ഓക്കെ. MG സർ. ഐ എം ഗിവിംഗ് യു 9. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു സർ. ശരത് സർ. ചക്കര യശേ, നിനക്ക് 9 മാർക്ക്. താങ്ക് യു സർ. ഓക്കെ, ചേച്ചി. യശ്, മാം 0. ഇത്ര നന്നായിട്ട് പാടിയതിന് യഷിന്റെ മാർക്സ് ഇതാ ഒളിപ്പിച്ച് ഓക്കെ, ഇതിനകത്തിരുന്നുണ്ട്. ഓക്കെ. അപ്പൊ യെസ്, ടോട്ടൽ മാർക്സ് 18. താങ്ക് യു. അങ്ങനെ പുതിയ ഫോർമാറ്റ് ഒക്കെ കൊണ്ടുവന്നു. ആദ്യത്തെ റൗണ്ട് ഫിലിമി ഡിവോഷണൽ റൗണ്ടിൽ UGS ഗോൺലോട്ട് മിസ്റ്റിക് രാഗാസ് ഗ്രൂപ്പും അതുപോലെ ഈസ്റ്റേൺ മാജിക് ബീറ്റ്സ് ഗ്രൂപ്പും തമ്മിൽ ഏറ്റുമുട്ടി. അപ്പൊ നമുക്ക് ഏകദേശം മാർക്സ് ബേസിസിൽ നമുക്ക് പറയാം, പക്ഷെ ഹിഡൻ മാർക്ക് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ്ലി ആരാണ് മുന്നിലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ തൽക്കാലം ഇവിടെ വെച്ച് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അപ്പൊ ബൈ, ഗുഡ് നൈറ്റ്. Bye.